ഹായ്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നൊരു പ്രോബ്ലമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡെൻസ് ലിമിറ്റഡ് ഇഷ്യൂഡ് 7500 ഷെയർസ് ഓഫ് ₹50 ഈച്ച്. അപ്പോൾ അതിൻ്റെ വാല്യൂ 50 ഈച്ച് ആണ്. എക്സ്പെക്ട്സ് ടു പേ ഡിവിഡൻഡ് 25%. അപ്പോൾ ഈ 50-ൻ്റെ 25% വേണം നമ്മൾ ഡിവിഡൻഡ് കാണാൻ. ദ ഇഷ്യൂ എക്സ്പെൻസ് ആർ 2.5% ഓഫ് ഇഷ്യൂ പ്രൈസ്. ഇഷ്യൂ പ്രൈസ് എത്രയാണോ അതിൻ്റെ 2.5% ഒരു ചിലവ് ഇഷ്യൂ എക്സ്പെൻസ് വന്നിട്ടുണ്ട്. കമ്പ്യൂട്ട് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇഫ് ഷെയർസ് ആർ ഇഷ്യൂഡ് അറ്റ് പാർ, ഇഷ്യൂഡ് അറ്റ് പ്രീമിയം ആൻഡ് ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. അപ്പോൾ പ്രോബ്ലം നോക്കി. ഡി ഈക്വൽ ടു ഡി എന്താ ഡിവിഡൻഡ് 25% എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫേസ് വാല്യൂ 50 ആണ്. അപ്പോൾ ഡി എന്താണ് 50 × 25/100 12.5 എന്ന് കിട്ടും. ഇനി ഷെയർ ഇഷ്യൂ എക്സ്പെൻസ് എത്രയാണെന്നാണ് നമ്മളോട് പറഞ്ഞേക്കണേ 50 × 2.5%. അപ്പോൾ 50 × 2.5% 1.25 എക്സ്പെൻസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് നെറ്റ് പ്രൊസീഡ്സ് കാണണമെങ്കിൽ 50-ൽ നിന്ന് അത് കുറയ്ക്കണം. ഇനി കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാണാനുള്ള നമ്മുടെ ഇക്വേഷൻ അപ്പോൾ 3 രീതിയിലാണ് നമ്മളോട് പറഞ്ഞേക്കണേ. അറ്റ് പാർ, അറ്റ് പ്രീമിയം ആൻഡ് അറ്റ് ഡിസ്കൗണ്ട്. പാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ വില 50 രൂപയുടെ ഷെയർ 50 രൂപയ്ക്കാണ് ഇഷ്യൂ ചെയ്യണതാണ് പാർ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ്? D/NP × 100. ഡി 12.5 എന്ന് കിട്ടി. NP നെറ്റ് പ്രൊസീഡ്സ് 50 രൂപയാണ് അതിൻ്റെ വില. അതിൽ നിന്ന് ഷെയർ ഇഷ്യൂ എക്സ്പെൻസ് കുറയ്ക്കണം. 1.25 × 100 നമുക്ക് എത്ര കിട്ടും? 48.75 എന്ന് കിട്ടും. ഇനി നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? 12.5/48.75 × 100. ആൻസർ 25.64% ആണ്. പെർസെൻറ്റേജ് ഇടാൻ മറന്നു പോകരുത്. അടുത്തത് നമ്മളോട് പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നാണ് ചോദിച്ചേക്കണം. അപ്പോൾ ഈ നെറ്റ് പ്രൊസീഡ്സിൽ വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ നെറ്റ് പ്രൊസീഡ്സ് ആദ്യം കണ്ടുപിടിക്കണം. ആദ്യം നെറ്റ് പ്രൊസീഡ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? 50 + 50-ൻ്റെ 9% പ്രീമിയം. അപ്പോൾ അതിൻ്റെ 9% 4.5. അങ്ങനെ ടോട്ടൽ ഇഷ്യൂ പ്രൈസ് 54.5 കിട്ടും. ഈ 54.5 നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കണം? ഇഷ്യൂ പ്രൈസിൽ നിന്ന് ഷെയർ ഇഷ്യൂ എക്സ്പെൻസ് എപ്പോഴും കുറയ്ക്കണമല്ലോ. അപ്പോൾ 2.5% കുറയ്ക്കണം. അപ്പോൾ 54.5-ൻ്റെ 2.5% എത്രയാണ്? 1.3625. അപ്പോൾ ഞാൻ 1.36 എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾക്ക് നെറ്റ് പ്രൊസീഡിങ്സ് എത്ര കിട്ടും? 53.14 എന്ന് കിട്ടും. നെറ്റ് പ്രൊസീഡിങ്സ് 53.14 എന്ന് കിട്ടും. ഇനി നമ്മുടെ ഇക്വേഷനിലേക്ക് അത് അപ്ലൈ ചെയ്യുക. 12.5/53.14 × 100 എത്ര വരും? 23.52. അപ്പോൾ ആൻസർ 23.52% ആണ് കേട്ടോ. ഞാൻ പെർസെൻറ്റേജ് ഇടാൻ വിട്ടുപോയതാണ്. × 100 ചെയ്യുമ്പോൾ എപ്പോഴും അവിടെ പെർസെൻറ്റേജിൻ്റെ സൈൻ ഇടണം. നെക്സ്റ്റ് അറ്റ് ഡിസ്കൗണ്ട് ആണ്. ഡിസ്കൗണ്ട് ആകുമ്പോൾ നമ്മൾ നെറ്റ് പ്രൊസീഡ്സിൽ നിന്ന് എന്ത് കുറയ്ക്കണം? ആ ഡിസ്കൗണ്ട് കുറയ്ക്കണം. അപ്പോൾ പ്രീമിയം എന്ന് പറഞ്ഞാൽ ഒറിജിനൽ വിലയേക്കാൾ കൂടുതൽ വിലയ്ക്ക് ഇഷ്യൂ ചെയ്യുക. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ഇഷ്യൂ ചെയ്യുക. അപ്പോൾ 8% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ 50 × 8% 4 അതാണ് ഡിസ്കൗണ്ട്. ആ ഡിസ്കൗണ്ട് നമ്മൾ എന്ത് ചെയ്ത് കുറയ്ക്കണം? നമ്മളുടെ ഇഷ്യൂ പ്രൈസ് നമുക്ക് ഒറിജിനൽ തന്നേക്കണത് 50 അല്ലേ? ആ ഫേസ് വാല്യൂ അത് കുറയ്ക്കണം. 50 - 4 അപ്പോൾ നമുക്ക് 46 എന്ന് കിട്ടും. 46-ൻ്റെ 2.5% ഇഷ്യൂ എക്സ്പെൻസ് തന്നെ. എന്താണോ ഇഷ്യൂ പ്രൈസ് അതിൻ്റെ 2.5%. അപ്പോൾ 46-ൻ്റെ 2.5% എന്ന് പറയുമ്പോൾ 1.15 വരും. അപ്പോൾ 50-ൽ നിന്ന് 4 കുറയ്ക്കണം, 1.15 കുറയ്ക്കണം. അപ്പോൾ നെറ്റ് പ്രൊസീഡ്സ് എത്ര കിട്ടും? 44.85 കിട്ടും. ഇനി നമ്മുടെ ഇക്വേഷനിലേക്ക് അത് അപ്ലൈ ചെയ്യുക. 12.5 അത് D ബൈ എത്രയാണ്? നെറ്റ് പ്രൊസീഡ്സ് 44.85 × 100. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 27.87% എന്ന് കിട്ടും. അപ്പോൾ 3 രീതിയിലും കാൽക്കുലേറ്റ് ചെയ്യാനുണ്ടായിരുന്നു. 5 മാർക്കിൻ്റെ ഒരു പ്രോബ്ലമാണ്. അപ്പോൾ അത് പഠിച്ചിട്ട് പോവുക.